ഈ കൂട്ടർ, ഈ അശ്അരികൾ, അതായത് സമസ്ത APEK വിഭാഗം, ഇവരെല്ലാം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് സമസ്ത APEK വിഭാഗമൊക്കെ അശ്അരികളാണ്. അശ്അരികളെ മുൻഗാമികളായ പണ്ഡിതന്മാർ എതിർത്തിട്ടുണ്ട്, ആക്ഷേപിച്ചിട്ടുണ്ട്. അതിൽ അബൂ ഇസ്മായിലുൽ ഹറവി എന്ന പണ്ഡിതൻ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ച പണ്ഡിതനാണ്. ഇയാളുടെ ദമ്മുൽ കലാം എന്ന ഗ്രന്ഥത്തിൽ അശ്അരികളെ പിഴച്ചവരാണ്, അവിശ്വാസികൾ, കാഫിറുകളാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൗലവി ഒരു ക്ലിപ്പ് ഇങ്ങനെ ഓടുന്നുണ്ട്. അശ്അരികളാണ്, നമ്മൾ അശാഇറകളാണ് എന്നാണ് അവർ തന്നെ പറയുന്നത്. ഈ അശ്അരികളെ കുറിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് രണ്ട് അഭിപ്രായങ്ങളാണുള്ളത്. രണ്ട് അഭിപ്രായങ്ങൾ. ഒന്ന്, ഈ അശ്അരികൾ കാഫിരീങ്ങളാണ്, അവർ മുസ്ലിമീങ്ങളല്ല. ഞാൻ പറയുന്നതല്ല, കിതാബിൽ നിന്ന് വായിക്കാൻ പോകുന്നതാണ്. ഈ അശ്അരികൾ, ഈ APEK സമസ്ത വിഭാഗക്കാർ ആയിട്ടുള്ള അശ്അരികൾ മുസ്ലിമീങ്ങളല്ല. ഇതാണ് ഒരു അഭിപ്രായം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ. രണ്ടാമത്തെ അഭിപ്രായം, അവർ മുസ്ലിമീങ്ങളിൽ പിഴച്ച കക്ഷികളാണ്. എന്റെ കയ്യിലിരിക്കുന്നത് കിതാബ് ദമ്മുൽ കലാം വ അഹ്ലിഹി എന്ന കിതാബാണ്. ഈ കിതാബ് രചിച്ചത് ഷെയ്ഖുൽ ഇസ്ലാം അബൂ ഇസ്മായിൽ അൽ ഹറവി. ഷെയ്ഖുൽ ഇസ്ലാം അബൂ ഇസ്മായിൽ അൽ ഹറവി. അദ്ദേഹം ജനിച്ചത് ഹിജ്റ, കിതാബിന്റെ മുന്നിലുണ്ട്, 392 അദ്ദേഹം വഫാത്താകുന്നത് ഹിജ്റ 481 396. അദ്ദേഹം വഫാത്താകുന്നത് 481. അപ്പൊ എത്ര വർഷങ്ങൾക്ക് മുമ്പ് കാണുവാൻ സാധിക്കും. ഈ കിതാബ് ദമ്മുൽ കലാം വഅഹ്ലി എന്ന കിതാബിന്റെ 5ാമത്തെ മുജല്ലദാണ് എന്റെ കയ്യിരിക്കുന്ന പ്രിന്റ്. അതിന്റെ 122ാമത്തെ പേജിൽ 1308ാമത്തെ ഹദീസ് നമ്പർ. وسمعت بلال بن أبي منصور المؤذن يقول سمعت عمر بن إبراهيم. ഉമർ ബിൻ ഇബ്രാഹിം തങ്ങൾ പറഞ്ഞു, يقول لا تحل, അനുവദനീയമല്ല, ദബാഇഹുൽ അശ്അരിയ്യ, അശ്അരികൾ അറുത്താൽ തിന്നാൻ പാടില്ല. ഈ APEK സമസ്ത ഉസ്താദുമാർ അറുത്താൽ തിന്നാൻ പാടില്ല. ഞാൻ പറഞ്ഞതല്ല. അവർ അശ്അരികളാണോ? അശ്അരികൾ അറുത്താൽ തിന്നാൻ പാടില്ല. ലിയന്നഹും, കാരണം അവർ ലൈസൂ ബി മുസ്ലിമീൻ, അവർ മുസ്ലിമീങ്ങളല്ല. ആർക്കും കിതാബ് പരിശോധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ, അമ്മാ ബഅദ്. സമസ്ത APEK വിഭാഗമൊക്കെ അശ്അരികളാണ്. അശ്അരികളെ മുൻഗാമികളായ പണ്ഡിതന്മാർ എതിർത്തിട്ടുണ്ട്, ആക്ഷേപിച്ചിട്ടുണ്ട്. അതിൽ അബൂ ഇസ്മായിലുൽ ഹറവി എന്ന പണ്ഡിതൻ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ച പണ്ഡിതനാണ്. ഇയാളുടെ ദമ്മുൽ കലാം എന്ന ഗ്രന്ഥത്തിൽ അശ്അരികളെ പിഴച്ചവരാണ്, അവിശ്വാസികൾ, കാഫിറുകളാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൗലവി ഒരു ക്ലിപ്പ് ഇങ്ങനെ ഓടുന്നുണ്ട്. കുറെ കാലം മുമ്പ് ജീവിച്ച ആളാണ് എന്നതുകൊണ്ട് മാത്രം അബൂ ഇസ്മായിൽ ഹറവി അംഗീകരിക്കപ്പെട്ട പണ്ഡിതനാവുകയില്ല. യഥാർത്ഥത്തിൽ അബൂ ഇസ്മായിൽ ഹറവിയെ പൊക്കിക്കൊണ്ടുവന്നാൽ അശ്അരികൾ ആകെ പിഴച്ചു പോകും, അശ്അരികളുടെ വാദമൊക്കെ തെറ്റായി പോകും എന്നാണ് ഈ മൗലവി ധരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അശ്അരികൾ ആരാണ് അശ്അരികൾ അല്ലാത്തവർ? ഇമാം നവവി റളിയല്ലാഹു അൻഹു അടക്കം ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഹാഫിളുദ് ദുനിയ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അടക്കം കഴിഞ്ഞ കാല ലോക മുഹദ്ദിസുകൾ മുഴുവനും അശാഇറത്ത് ആയിരുന്നു. അവരൊക്കെ പിഴച്ചുപോയി എന്നാണ് ഈ മൗലവി ഹറവി, അബൂ ഇസ്മായിലുൽ ഹറവിയുടെ പുസ്തകം വായിച്ചുകൊണ്ട് പറയുന്നത്. അയാളെ കുറച്ച് മുമ്പ് ജീവിച്ച ആളാണ് എന്നതുകൊണ്ട് അയാളെ ലോകം അംഗീകരിച്ചിട്ടില്ല, ഒരു പണ്ഡിതനും അംഗീകരിച്ചിട്ടില്ല. അയാളെ പണ്ഡിതന്മാർ തള്ളിയ ആളാണ്. ഏതായിരിക്കട്ടെ, അപ്പോ അബൂ ഇസ്മായിലുൽ ഹറവിയെ പൊക്കിക്കൊണ്ടുവന്ന് ഇമാം അശ്അരിയെയും അശായിറത്തിനെയും അപ്പൊ ഏപ്പിക്കാർ ഇക്കക്കാരൊക്കെ പേച്ചുപോയി എന്ന് പറയാൻ ഇയാളെ വിചാരം അബൂ ഇസ്മായിൽ ഹറവിനെ കൊണ്ടുവന്നാല് ഇവിടെ ഒന്നായിട്ട് പൊളിഞ്ഞു കിടന്ന. എന്നാൽ
അശ്അരി ഇമാമിനെയും അശായിറത്തിനെയും മഹത്വപ്പെടുത്തിയ എത്ര പണ്ഡിതന്മാരുണ്ട് ലോകത്ത്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അസാക്കിർ ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്, തബീനു കദിബിൽ മുഫ്തരി അലൽ ഇമാമിൽ അശ്അരി. അശ്അരി ഇമാമിനെ പറ്റി കള്ളത്തരം പറയുന്ന, ഇവന്റെ കള്ളത്തരം വെളിവാക്കുന്ന ഗ്രന്ഥമെന്ന് ഇമാം ഹാഫിൽ ഇബ്നു അസാക്കിർ റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചതാണ്. ബഹുമാനപ്പെട്ടവർ ആ തബീനിൽ ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണി ഞാൻ വായിക്കാം. ഹാഫിൽ ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിന്റെ വലിയ പണ്ഡിതരാണ്. അവര് പറയുന്നൊരു ഉദ്ധരണി തബീനിൽ ഇബ്നു അസാക്കിർ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നു. ഇലാം ബലഗത്തിൻ നൗബ ഇലാ ശൈഖിന അബുൽ ഹസനിൽ അശ്അരി. അബുൽ ഹസനുൽ അശ്അരി അശ്അരി ത്വരീഖത്തിൽ ഫലം യുഹദിസ് ഫീ ദീനില്ലാഹി ഹദസ. അല്ലാഹുവിന്റെ ദീനിൽ ഒന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടില്ല. വലം യഅതി ഫീഹി ബിദ്അ, ഒരു ബിദ്അത്തും കൊണ്ടുവന്നിട്ടില്ല. ഈ വഹാബിയൊക്കെ അള്ളാഹിനെ ആകാശത്ത് ഇങ്ങനെ കസാലിയിൽ ഇരുത്തണം, കയ്യും കാലും കണ്ണും മൂക്കും അവയവങ്ങളൊക്കെ ഉള്ള അള്ളാഹിനെ, ആസനമുള്ള അള്ളാഹിനെ കസാലിയിൽ ഇരുത്തണം. അത് അശ്അരിയാക്കൾ സമ്മതിക്കുന്നില്ല. അപ്പൊ അശ്അരിയത്തിനെ എതിർക്കാണ്. ഏതായിരിക്കട്ടെ, അശ്അരി ഇമാമിനെ പറ്റി ലോക പണ്ഡിതന്മാർ പറഞ്ഞതെന്താ? ഹാഫിദ് ഇമാം ലോക പണ്ഡിതന്മാർ മുഴുവൻ അശ്അരികളായിരുന്നു. ഇമാം ഉമർ നസഫി റഹ്മത്തുള്ളാഹി അലൈഹി അവര് മാതുരിദിയാണെങ്കിലും അശായിറത്തിന്റെ അതേ വഴി സ്വീകരിച്ചവരായിരുന്നു. അതുപോലെ അഫ്താജാനി റഹ്മത്തുള്ളാഹി അലൈഹി മുഹദ്ദിസുകളും മുഫസ്സിറുകളും ഒക്കെ, ഇമാം റാസി, ഇങ്ങനെ ലോക പണ്ഡിതന്മാർ മുഴുവനും. അതിൽപ്പെട്ടതാണ് ഇമാം ബൈഹഖി. അവര് പറയാണ് വലം യഅതി ഫീഹി ബിദ്അ, ഒരു ബിദ്അത്തും അദ്ദേഹം കൊണ്ടുവന്നിട്ടില്ല. ആര്? ഇമാം അശ്അരി. ബലഗ ഖാബില സ്വഹാബ താബഈൻ വമൻ ബഅദഹും മിൻ അയിമ്മ, സ്വഹാബത്തിന്റെയും താബിഈകളുടെയും ശേഷമുള്ള അയിമ്മത്തിന്റെയും അഭിപ്രായം മാത്രമേ മഹാനവറുകൾ കൊണ്ടുവന്നിട്ടുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട് എന്ന് ഇബ്നു അസാക്കിർ ഹാഫിൽ ഇബ്നു അസാക്കിർ റഹ്മത്തുള്ളാഹി അലൈഹി കൃത്യമായി രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ ധാരാളം തബീനിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം സുബക്കി റഹ്മത്തുള്ളാഹി അലൈഹി അവർ രേഖപ്പെടുത്തുന്നു, യഅലം അന്ന അബൽ ഹസനി ലം യുബ്ദി റഅയൻ വലം യുൻശി മദ്ഹബൻ വഇന്നമാ ഹുവ മുഖറർ ലിമദാഹിബി സലഫ്. അശ്അരിയാക്കൾ അബുൽ ഹസൻ അശ്അരി എന്നവർ സ്വന്തമായ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല, സലഫു സ്വാലിഹുകളുടെ മദ്ഹബുകളെ സ്ഥിരപ്പെടുത്തുകയാണ് ചെയ്തത്. തബഖാത്തു ശാഫിഇയ്യത്തുൽ കുബ്ര 365 ഇമാം സുബക്കി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ നൂറുകണക്കിന് ഉദ്ധരണികൾ ഇമാം അബുൽ ഹസനുൽ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മഹത്വം പറയുന്ന, അശായിറത്തിന്റെ മഹത്വം പറയുന്ന ഉദ്ധരണികൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് കൂടുതൽ ഞാൻ ഉദ്ധരണികളിലേക്ക് പോകുന്നില്ല. ഇയാൾ കൊണ്ടുവന്ന ഹറവി, അബൂ ഇസ്മായിൽ ഹറവിയെ പറ്റി നമുക്ക് പഠിക്കണം. ഇമാം സുബക്കി റഹ്മത്തുള്ളാഹി അലൈഹി തബഖാത്തു ശാഫിയത്തുൽ കുബ്ര 4-ാം വാള്യം 272-ാം പേജിൽ പറയുന്നു, വഅമ്മൽ മുജസ്സിമത്തു ബിമദീനത്തി ഹറാത്ത്. ഹറവി എന്ന് പറയുന്നത് ഹറാത്തിലേക്ക് ചേർത്തിയ, ഹറാത്ത് എന്ന നാടിലേക്ക് ചേർത്തി പറയുന്നതാണ്. ഹറാത്ത് പട്ടണത്തിലെ മുജസ്സിമത്ത്, അല്ലാഹുവിന് ജിസ്മുണ്ടെന്ന് പറയുന്നവർ, ഫലമ്മാ സാറത്ത് നുഫൂസുഹും മിൻ ഹാദൽ ലഖബി, അബൂ ഉസ്മാൻ സാബൂനി ഷെയ്ഖുൽ ഇസ്ലാമാണ്. അവർക്ക് ഈ അബൂ ഇസ്മായിൽ എന്ന പേരുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം അബൂ ഉസ്മാൻ സാബൂനി എന്നൊരു പണ്ഡിതനുണ്ടായിരുന്നു. അവര് അബൂ ഉസ്മാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ ആയപ്പോൾ അമദു ഇലാ അബി ഇസ്മായിൽ അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് അൽ അൻസാരി, ഇവിടെ ഈ മൗലവി കൊണ്ടുവന്ന അബൂ ഇസ്മായിൽ അബ്ദുല്ലാ അൽ അൻസാരി സ്വാഹിബി കിതാബി ദമ്മിൽ കലാം, ദമ്മുൽ കലാം എന്ന കിതാബ് എഴുതിയ ആളാണ്. അയാൾക്കും ഇവര് ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പേരിട്ടു. വേറൊരു മഹാൻക്ക് ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പേരുണ്ടായപ്പോ ഇയാൾക്കും അങ്ങനെ ഇട്ട്. അങ്ങനെയാണ് ഇയാൾ ഇല്ലാളായത്. വക്കാന അവരെ കൂട്ടത്തിൽപ്പെട്ടവര്
മുജസ്സിമത്തുകൾ, അള്ളാഹ്ക്ക് ജിസ്മുണ്ടെന്ന് പറയുന്ന വിഭാഗമാണ് ഇയാള്. ഏത് ഈ അബൂ ഇസ്മായിൽ ഹറവി. അയാൾക്ക് ഷെയ്ഖുൽ ഇസ്ലാം എന്നൊക്കെ ഇവിടെ പേരിട്ട്, ഇബ്നു തൈമിയ്യക്ക് പേരിട്ടായി തന്നെ. എന്നിട്ട് പറയാണ് ഇല്ലാന്നഹു യതലാഹറു ബിത്തജ്സീമി, അള്ളാഹ്ക്ക് ജിസ്മുണ്ട് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ആളായിരുന്നു. വത്തശ്ബീഹി, അള്ളാഹുവിനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തുന്ന ആളായിരുന്നു. എന്നിട്ട് പറയാണ് വഖദ് ബാലഗ ഫീ കിതാബി ദമ്മിൽ കലാം, അയാളുടെ ദമ്മുൽ കലാം എന്ന കിതാബിൽ അയാൾ അമിതമായിട്ട് തന്നെ പറഞ്ഞു. ഹത്താ ദക്കറന്ന ദബാഇ അൽ അശ്അരിയത്തി ലാ തഹില്ലു, ഈ മൗലവി നേരത്തെ വായിച്ചതാണത്. അശ്അരിയാക്കൾ അർത്ഥതൊന്നും തിന്നാൻ പാടില്ലാതെ. പക്ഷെ വഹാബികൾ നമ്മളെ മല്ലാക്കാർ അർത്ഥമൊക്കെ തിന്നലുണ്ട്, മറ്റേ തിന്നാൻ കിട്ടൂല എന്ന് നിൽക്കരാ. കോഴിക്കടയിലെ ഫുള്ള അശ്അരിയാക്കളാ, ഏതായിരിക്കട്ടെ. അപ്പൊ അശ്അരിയാക്കളെ അർത്ഥം തിന്നാൻ പാടില്ല എന്നാണ് ഇയാളുടെ അഭിപ്രായം. കാരണം നമ്മളൊക്കെ കാഫിറാണെന്നാ, വഹാബികളെ നമ്മളൊക്കെ കാഫിറാക്കി. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിറാക്കാണ്. പൊക്കൊന്തു അതാണ് മുസ്ലിമീങ്ങളെ കാഫിറാക്കിന ഫലം എന്താ? സ്വന്തത്തിനെ കാഫിറാക്കി. ബാലുശ്ശേരൊക്കെ എന്നെ കരയുന്ന ക്ലിപ്പുണ്ട്, ഇന്നെ കാഫിറാക്കിയോ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അയാൾ പറയാണ്, അയാളുടെ വാദം ഇമാം സുബിക്കി റഹ്മത്തുള്ളാഹി പറയാണ്, തബക്കാത്തിൽ പറയുന്നു വകുന്ദറ ശൈഖ് അൽ ഇമാമ യദ്രിബ അലാ മവാദിഅ മിൻ കിതാബി ദമ്മിൽ കലാമി അൻഹാനി നദരി ഫീഹി. പിതാവ് താജുദ്ദീൻ സുബിക്കി റഹ്മത്തുള്ളാഹി അലൈഹി ശൈഖുൽ ഇമാമാണ്. അവരെ ഇയാളുടെ ഈ ദമ്മുൽ കലാം എന്ന കിതാബ് നോക്കാൻ പാടില്ല, അത് പാരായണം ചെയ്യാൻ പാടില്ല എന്ന് പറയാറുണ്ടായിരുന്നു. എന്നിട്ട് പറയാണ് വലിൽ അൻസാരി ആയതും കിതാബുൽ അർബഈന, ഈ അബു ഇസ്മായിൽ അൽ അൻസാരി അൽ ഹറവിക്ക് കിതാബുൽ അർബഈന എന്നുള്ളൊരു കിതാബുണ്ട്. സമ്മത്തഹ അഹ്ലുൽ ബിദ്അ അൽ അർബഊന ഫിസ്സന യഖൂലു ഫീഹാ, അതിൽ എന്തൊക്കെയാ പറയുന്നതെന്നറിയോ? ബാബു ഇസ്ബാത്തിൽ ഖദമിലില്ല, അള്ളാഹ്ക്ക് പാദം എന്ന് പറഞ്ഞ സാധനമുണ്ട്. ബാബു ഇസ്ബാത്തി കഥാപക്കഥ, ഇങ്ങനെ അള്ളാഹ്ക്ക് മുഖമുണ്ട്, ഇങ്ങനെ ഓരോ അവയവങ്ങളും അള്ളാഹ്ക്ക് സ്ഥിരപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥമാണത്. വബിൽ ജുംലത്തി, ചുരുക്കത്തിൽ പറഞ്ഞാൽ കാനലാ യസ്തഹിഖു ഹാദൽ ലഖബ്, ശൈഖുൽ ഇസ്ലാം എന്ന പേര് ഇയാൾക്ക് ഒരിക്കലും അവകാശമില്ല. വഇന്നമാ ലുഖിബ ബിഹി തഅസ്സുബ വതസ്ബീഹ ലഹു ബി അബി ഉസ്മാൻ, മറ്റൊരു പണ്ഡിതനായ മഹാപണ്ഡിതർ അബൂ ഉസ്മാൻ എന്നവരോട് തുല്യമാകാൻ വേണ്ടി ഇയാൾക്ക് ചാർത്തി കൊടുത്ത പേരാണ്. വലൈസ ഹുവ ഉനാക്, ഇയാള് അത്ര അർഹനോ അല്ല. എന്നിട്ട് പറയാണ് കാന അഹ്ലു ഹിറാത്ത് ഫി അസ്രിഹി ഫിഅത്തൈനി, ഹിറാത്തുകാര് ഇയാളെ കാര്യത്തിൽ രണ്ട് വിഭാഗം ഉണ്ടായിരുന്നു. ഇയാള് ഇബാദത്തൊക്കെ അങ്ങനെ കൂടുതലുള്ള ആളായപ്പോ അയാളെ പറ്റി അംഗീകരിക്കുന്ന, അയാളെ വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട്. വഫിയത്തുന്തുകഫിറു, അയാൾ കാഫിറാണെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ലിമായുദ്ഖിറു മിനത്ത് തശ്ബീഹ്, അള്ളാഹിനെ സാദൃശ്യമാക്കി പറയും. വമിൻ മുസന്നഫാത്തിഹിൽ, അതുകൊണ്ടാണ് അയാളെ കാഫിറാക്കിയ പണ്ഡിതന്മാരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ചെങ്ങായിന്റെ കിതാബാണ് ഈ വഹാബി പുരോഹിതൻ കൊണ്ടുവരുന്നത്. ഇനിയും പറയുന്നുണ്ട് അവര് വമിൻ മുസന്നഫാത്തിഹിലെത്തി, അയാളുടെ മുസന്നഫാത്തിൽപ്പെട്ടതാണ്, അയാൾ രചിച്ച ഗ്രന്ഥങ്ങൾ, പണ്ഡിതന്മാർ അയാളെ എതിർത്ത ഗ്രന്ഥങ്ങളിൽ പെട്ടതാണ് ദമ്മുൽ കലാം, അൽ ഫാറൂഖ് ഫി സിഫാത്ത്, കിതാബുൽ അർബഈന. ഫഹാദിഹിൽ കുതുബു സലാസ അബാന ഫീഹാ അൻ ഇഅ്തിഖാദി തശ്ബീഹ്, അയാള് സൃഷ്ടികളോട് അള്ളാഹിനെ സാദൃശ്യമാക്കുന്ന വിശ്വാസം വ്യക്തമാക്കിയ ഗ്രന്ഥമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മഹാനവറുകൾ പറയാണ്. വലഹു ഖസീദ ഫി ഇഅ്തിഖാദി തുംബിഉ അനിൽ ഇലാമി ഫി ഹാദൽ മാന, അതുപോലെ ഒരു കവിതയുണ്ട് ഇതേ ആശയം പറയുന്ന. അതുപോലെ ഇയാള് ഇങ്ങനെ പിന്നെ പറയാണ് വക്കാന ശൈഖു തഖിയുദ്ദീൻ അബുൽ അബ്ബാസ് ഇബ്നു തൈമിയ്യ മാ മൈലിയിലൈഹി, ഇയാളിലേക്ക് ചായുന്ന ആളായിരുന്നു ഇബ്നു തൈമിയ്യ. അതോടുകൂടെ ഇബ്നു തൈമിയ്യ ആയിരുന്നു യലോ മിൻ ഹാദൽ കിതാബ് ഐനി മനാസിലിസ് സായിരീൻ, ഇയാളെ ഒരു വേറെ കിതാബുണ്ട് മനാസിലിസ് സായിരീൻ, അതിനെ ഇബ്നു തൈമിയ്യ പോലും ആക്ഷേപിച്ചിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുബിക്കി റഹ്മത്തുള്ളാഹി അലൈഹി വ്യക്തമായിട്ട് പറയുകയാണ്. ഇയാളെ യൽഅനു ശൈഖുൻ അബുൽ ഹസൻ അൽ അശ്അരി, നേരത്തെ നമ്മൾ വായിച്ചില്ല അബുൽ ഹസൻ അൽ അശ്അരി ആരാണെന്ന്, അവരെ ശപിക്കുന്നയാളായിരുന്നു എന്ന് വരെ മഹാന്മാര് പറയുകയാണ്. ഏതായിരിക്കട്ടെ, ഇത്തരം ആളുകളുടെ പുസ്തകവുമായിട്ടാണ് ഇയാൾ വന്നിട്ടുള്ളത്, ആരും തെറ്റിദ്ധരിക്കരുത് എന്ന് ചുരുക്കി പറയുന്നു. ഇനിയും ഇയാളെ ചരിത്രങ്ങൾ ധാരാളം പറയാനുണ്ട്.
പണ്ഡിതന്മാർ വിശകലനം ചെയ്തിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും.